രഹസ്യം സൂക്ഷിക്കുന്നവരാകണം. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന വ്യക്തികളാണെങ്കിൽ കഴിഞ്ഞില്ലേ. മറ്റുള്ളവരുടെ അത് ഞാൻ അറിയുമ്പോൾ നമ്മൾ തകർന്നു പോവുകയാണ്, വിശ്വാസം തന്നെ തകർന്നു പോവുകയാണ്. രഹസ്യം സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അത് ഞാൻ കേൾക്കുന്നു, കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളോട് പറയാറുണ്ട്, അത് കൺഫെഷൻ സീൽ എന്നാണ് പറയുക. കൺഫെഷൻ സീൽ എന്ന് പറഞ്ഞാൽ ഈ കൺഫെഷനിൽ കേട്ട കാര്യങ്ങളൊന്നും പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. അത് ഞങ്ങൾക്ക് വലിയൊരു തെറ്റ് തന്നെയാണ്, വലിയൊരു പാപം. ആ പാപം വേറൊരു സ്ഥലത്തും മോചിപ്പിക്കാൻ പറ്റില്ല. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഭർത്താവ് പറഞ്ഞ ഒരു കൺഫെഷൻ സീല്, ഭാര്യ പറഞ്ഞ ഒരു കൺഫെഷൻ സീല്. ഇത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കളിതമാശയായിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയുന്ന കാര്യമാകരുത്. വിവാഹ ജീവിതത്തിലെ ഉള്ളിൽ നടക്കുന്ന ഭർത്താവും ഭാര്യയും നടക്കുന്ന കാര്യം നിങ്ങൾ കൂട്ടുകാരുടെ അരികിൽ പോയിരുന്ന് ഇങ്ങനെ തമാശയായിട്ട് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഭർത്താവിന്റെ കുറവിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ കുറവിനെ കുറിച്ചായിരിക്കും, സെക്ഷൽ ലൈഫിലെ കുറവുകളെ കുറിച്ചായിരിക്കും. നിങ്ങൾ പുറത്തു പോയി കൂട്ടുകാരുടെ അരികിൽ ഇരുന്ന് അല്ലെങ്കിൽ കൂട്ടുകാരുടെ അരികിൽ ഇരുന്ന് തമാശയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓർക്കുക, അത് രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ എങ്ങനെയാ അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക? നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ അടുത്തൊരു വേദന പങ്കുവെക്കുമ്പോൾ പരിഹസിക്കുന്നവരായിട്ട് മാറരുത്, ചിരിക്കുന്നവരായിട്ട് മാറരുത്. അവൻ വന്ന് വികാര തീവ്രമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. നമ്മളതിനെ വെറും തമാശയായിട്ട് കേൾക്കാത്ത പാതിൽ ഓക്കെ മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ വേറെങ്കിലും നോക്കിയിരുന്ന് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനൊരു സന്തോഷം കൊടുക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? അമ്മയുടെ അടുത്ത് വന്നിരുന്ന് മോള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മേ ഇന്ന് എന്നെ ഒരു ചെക്കൻ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ വന്ന് പറയുമ്പോൾ TV ഓഫ് ചെയ്യണം, അവളെ ചേർത്ത് പിടിക്കണം, ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിന് അപ്പോഴേക്കും നീ ഒന്നും മിണ്ടാണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തട്ടിവിടുമ്പോൾ, പരിഹസിച്ച് വിടുമ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ടാക്കാണ് അവര്. നമ്മൾ ടിവിയുടെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വാർത്തകളും ഈ മൊബൈലുകളിൽ ഇങ്ങനെ വരും എന്നുള്ളതാണ്. ഇന്ന് നീ പരിഹസിക്കാതെ നിന്റെ കുടുംബത്തിന്റെ വേദന കേട്ടില്ലെങ്കിൽ നാളെ നിന്റെ വാർത്തകൾ പരിഹസിച്ച് ഈ ലോകം മുഴുവൻ കേൾക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളൂ. അതുകൊണ്ട് മുറിവേറ്റവന്റെ വേദന മനസ്സിലാകൂ. ദൈവം അനുഭവിച്ചതേ വേദന യഹൂദരുടെ മുമ്പിൽ അവൻ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ നിങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ വേദന മനസ്സ് തുറക്കുമ്പോൾ, ഹൃദയം തുറക്കുമ്പോൾ മനസ്സിലാകാതെ പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. എത്ര ഡിഗ്രി നേടിയാലും, എത്ര സ്ഥാനമാനങ്ങൾ നേടിയാലും ഹൃദയങ്ങളെ നേടാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ കാര്യമില്ല. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.